ദാറുൽ ഖദയുടെയും ദാറുൽ ഇഫ്തയുടെയും പ്രവർത്തനം ചോദ്യം ചെയ്ത് അഭിഭാഷകനായ വിശ്വലോചൻ മദൻ ആണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ദാറുൽ ഖദയും ദാറുൽ ഇഫ്തയും സമാന്തര കോടതികളായി പ്രവർത്തിക്കുകയാണെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഇവയിൽ നിയമിക്കപ്പെടുന്ന പുരോഹിതർ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന ഫത്വകൾ പുറപ്പെടുവിക്കുന്നുണ്ടെന്നും മതത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ അത് അനുസരിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാവുന്നുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ദാറുൽ ഖദ സമാന്തര കോടതിയല്ലെന്നും കോടതിക്ക് പുറത്ത് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള തർക്കപരിഹാരവേദി മാത്രമാണെന്നും മുസ്ലിം പേഴ്സണൽ ബോർഡ് വിചാരണാവേളയിൽ അറിയിച്ചിരുന്നു. ദാറുൽ ഖദയുടെ തീരുമാനങ്ങൾ അവകാശങ്ങളെ ഹനിക്കുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർക്ക് കോടതിയെ സമീപിക്കാമെന്നും പേഴ്സണൽ ബോർഡ് വ്യക്തമാക്കിയിരുന്നു. ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള വിധിയിലാണ് ദാറുൽ ഖദയ്ക്ക് നിയമപ്രാബല്യമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന ഫത്വകൾക്കും നിയമപ്രാബല്യമില്ലെന്ന് കോടതി വിധിയിൽ പറഞ്ഞു. No, court said they are not running parallel judiciary, therefore that cannot be stopped, and they have not allowed the writ petition, they have disposed it of. ഒരു വ്യക്തി ആവശ്യപ്പെട്ടാലല്ലാതെ ദാറുൽ ഖദ അയാളുടെ മൗലികാവകാശങ്ങളെ ബാധിക്കുന്ന വിധി പുറപ്പെടുവിക്കരുതെന്നും കോടതി ആവശ്യപ്പെട്ടു. ദാറുൽ ഖദയും ദാറുൽ ഇഫ്തയും നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം മതപരവും രാഷ്ട്രീയവുമായ വിശ്വാസങ്ങളിൽ കോടതികൾക്ക് തീരുമാനമെടുക്കാനാവില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഗംഗാജലത്തിന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവുമെന്ന് കരുതുന്ന നാടാണിതെന്നും അതെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. മീഡിയ 1, ഡൽഹി.